നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ബൈപ്പാസിലെ കാവനാട് മുതൽ ബൈപ്പാസ് ആരംഭിക്കുന്ന കാവനാട് മുതൽ ശക്തികുളങ്ങര നീണ്ടര പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റാണ്. സാധാരണ നമ്മൾ വീഡിയോ എടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ബൈപ്പാസ് മേവർ മുതൽ കാവനാട് വരെ, പിന്നെ നമ്മൾ കരുനാഗപ്പള്ളി വരെയുള്ള വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടകര പാലത്തിൻ്റെ അടുത്ത് നിന്ന് കരുനാഗപ്പള്ളി വരെയാണ്. അപ്പോൾ ഈ കാവനാടിനും നീണ്ടകര പാലത്തിനും ഇടയ്ക്കുള്ള നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലത്തെ അപ്ഡേറ്റ് മിസ്സായി പോകാറുണ്ട് പലപ്പോഴും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു സ്ഥലത്തെ അപ്ഡേറ്റാണ്. അപ്പം നമ്മളിപ്പം കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ശിവാലയ കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലുള്ള സ്ഥലമാണ്. നമ്മൾ ദാണ്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പം പിന്നെ വിശ്വസമുദ്രയുടെ സ്റ്റാർട്ട് ചെയ്യും. വിശ്വസമുദ്ര കരാർ ഏറ്റെടുത്തിരിക്കുന്ന സ്റ്റാർട്ട് ചെയ്യും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ദാണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും അവിടെ ഒരു പാതയുടെ പണി കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ ദാണ്ട് ഈ കാണുന്ന സ്ഥലമൊക്കെ ശിവാലയുടെയാണ്, തൊട്ടപ്പുറത്ത് വിശ്വസമുദ്രയുടെയാണ്. അപ്പം വലുതായിട്ട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായിട്ട് വലിയ പണികളൊന്നും പുരോഗമിച്ചിട്ടില്ല. നമ്മളിപ്പം മുമ്പോട്ട് വരുമ്പോൾ കാണുന്ന സ്ഥലത്തെ പണി എനിക്ക് തോന്നിക്കുന്ന കുറച്ച് നാളിന് മുമ്പേ ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഏകദേശം 6 വരി പാതയുടെയൊക്കെ വീതിക്കുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തിലേറെ ടാറിങ്ങും വർക്കുകളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ പണിയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലതുഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത സൈഡിലായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പോസ്റ്റ് നിൽക്കുന്ന കാണാൻ പറ്റും സർവീസ് റോഡിലായിട്ട്. അപ്പം അതെടുത്ത് മാറ്റേണ്ട ഒരു പണി, ഏറ്റവും വലിയൊരു പണിയാണ്. വലിയ ലൈൻ കമ്പി പോകുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതെടുത്ത് മാറ്റേണ്ട പണി ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ഇനി മുമ്പോട്ട് വരുന്നത് നീണ്ടര പാലം അടുക്കാറായിട്ടുണ്ട്. പാലം എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഒരു വലിയൊരു തോട് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ തോടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. തൊട്ട് വലത്തേ സൈഡിൽ നേരെ അങ്ങോട്ട് ഇപ്പോൾ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അടച്ചു വെച്ചിട്ട് ബാക്കിയുള്ള അതിനിടയ്ക്കുള്ള വെള്ളം അവർ പമ്പ് ചെയ്ത് കളഞ്ഞേച്ച് പിന്നെ തോടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ നീണ്ടര പാലത്തിലോട്ടുള്ള കയറ്റം കയറാൻ പോകുന്നത്. തൊട്ട് വലത്തേ സൈഡിലായിട്ട് നമുക്ക് ആ ഒരു റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം നടത്തിയതിന് ശേഷം അവിടെ കുറച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് മെറ്റിലിട്ട് നികത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇടതു ഭാഗത്തായിട്ട് തന്നെ കുറേ നാളിന് മുമ്പേ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഡ്രൈനേജിൻ്റെ പണി അവിടെ കുറച്ച് ഫിനിഷായിട്ടുണ്ട്. പിന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി പുരോഗമിക്കാനുണ്ട്. ഇനി നമ്മൾ വളവ് കഴിഞ്ഞ് നേരെ നീണ്ടര പാലത്തിൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. നീണ്ടര പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള പിന്നെ പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 2 തൂണുകൾ കൂടി കണക്ട് ചെയ്തുകൊണ്ട് 5 ഗർഡറുകൾ കൂടി വെച്ച് കഴിഞ്ഞാൽ ഗർഡറുകൾ ഉയർത്തി വെക്കുന്ന പണി വലതുഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന പാലത്തിൻ്റെ പണികളിൽ കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 5 ഗർഡറുകൾ കൂടി എടുത്തു വെക്കണം. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾ ആരംഭിച്ചിട്ടുണ്ട്. ടോപ്പ് കോൺക്രീറ്റ്, അതായത് ഗർഡറുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 5 ഗർഡറുകൾ കൂടി എടുത്തു വെക്കാനുള്ള പണി ഉണ്ട്. അപ്പോൾ ആദ്യം പൂർത്തിയാകുന്നത് മിക്കവാറും നമുക്കിപ്പം വലതുഭാഗത്തായിട്ടുള്ള, അതായത് റോഡിൻ്റെ കിഴക്കേ സൈഡിലായിട്ടുള്ള പാലത്തിൻ്റെ നിർമ്മാണമായിരിക്കും ആദ്യം കഴിയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഗർഡറുകൾ എടുത്തു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. തൊട്ടടുത്തേ സൈഡിലുള്ള പാലത്തിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകൾ എനിക്ക് തോന്നിക്കുന്ന നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന 5 ഗർഡറുകൾ മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ. ബാക്കി പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു ഏരിയയിലെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പം നേരെ നോക്കുന്നിടത്ത് കാണുന്നത് നീണ്ടര പാലത്തിൻ്റെ ഇടതുഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന പുതിയ പാലത്തിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളാണ്. ആ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മുമ്പിലായിട്ട് നമ്മളിപ്പം കാണുന്നത് പെൻസിൽ അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് ഗർഡറുകൾ അടുക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ നേരെ കാണുന്നത് നീണ്ടര ഹാർബറാണ്. അപ്പം ഇതാണ് നീണ്ടര പാലത്തിൻ്റെയും പിന്നെ നമ്മുടെ കാവനാട് മുതൽ ഇവിടെ വരെയുള്ള അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.